പുക ഉയർന്നതിനു പിന്നാലെ അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഇന്ന് പ്രവർത്തിക്കില്ല. ബീച്ച് ഹോസ്പിറ്റലിലാണ് പകരം സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്ന് അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടുതൽ ജീവനക്കാരെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. VS രഞ്ജിത്ത് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. AK അഭിലാഷ് മെഡിക്കൽ കോളേജിൽ നിന്നും തത്സമയം ചേരും. ആദ്യം നമ്മൾ ബീച്ച് ആശുപത്രിയിലേക്ക് ഒന്ന് പോകുന്നു. VS രഞ്ജിത്ത് അവിടെയുണ്ട്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അവിടെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് രോഗികളെ ഇന്നലെ എത്തിച്ചിരുന്നു. അവിടെ കൂടുതൽ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ എത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കാഷ്വാലിറ്റി താൽക്കാലികമായിട്ട് ഇപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബ്ലോക്കിൽ തന്നെ കാഷ്വാലിറ്റി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുമോ ആളുകൾക്ക്? ഡോക്ടർ അരുൺ, രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്. ഒന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇതും തമ്മിലൊരു ദൂരവ്യത്യാസമുണ്ട്. ഒരു 5-6 കിലോമീറ്ററിൻ്റെ ദൂരവ്യത്യാസമുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് ഡോക്ടേഴ്സിനെയൊക്കെ മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഓർത്തോയിൽ നിന്നും ജനറൽ മെഡിസിനിൽ നിന്നുമൊക്കെ ഡോക്ടർമാരെ 2-3 ഡോക്ടർമാരെ ഇങ്ങോട്ട് മാറ്റി നിശ്ചയിക്കുകയും അതുപോലെ തന്നെ ഡോക്ടർമാരല്ലാത്ത മറ്റ് സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയും വിവിധ വകുപ്പുകളിൽ നിന്നായി കുറച്ചുപേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാഷ്വാലിറ്റി താൽക്കാലികമായി കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ DMOയുടെ സഹായത്തോടു കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ സ്വാഭാവികമായും നേരത്തെയും കാഷ്വാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന രോഗികൾക്കൊപ്പം തന്നെ അതിൽ തീവ്രപരിചരണം ആവശ്യമുള്ളവരെ, കുറച്ചുകൂടി കെയർ ആവശ്യമുള്ളവരെ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുന്നത് പോലുള്ള സൗകര്യങ്ങൾ ഒരിക്കലും കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ രോഗികൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ മുന്നിൽ ഡോക്ടർമാർ തന്നെയാണുള്ളത്, ജൂനിയർ ഡോക്ടർമാരാണുള്ളത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇങ്ങോട്ട് വരുന്ന രോഗികളെ മുഴുവൻ മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഹെൽപ്പ് ഡെസ്കിൽ വന്ന ശേഷമായിരിക്കും അവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക. എന്തെങ്കിലും അത്യാവശ്യമുള്ളവർ, ഇന്ന് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സേവനത്തിൽ അത്യാവശ്യമുള്ള ആളുകൾക്ക് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇന്നലെ മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഹെൽപ്പ് ഡെസ്ക്കാണ്. ഇന്നിപ്പോൾ രോഗികളെ വലിയ തോതിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ധാരാളമായി എത്തുന്ന പോലെ ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്കായിരിക്കാം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകളും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളതുപോലുള്ള തീവ്രപരിചരണത്തിൻ്റെ കാഷ്വാലിറ്റി കെയറിൻ്റെ ഒരു സംവിധാനം ഒരിക്കലും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ പൂർണ്ണമായും സജ്ജീകരിക്കുക സാധ്യമല്ല. കാരണം ഇവിടെയുള്ള വെന്റിലേറ്ററുകൾ, ഇപ്പോൾ നിലവിൽ വെന്റിലേറ്റർ സംവിധാനം ഉള്ള ഹോസ്പിറ്റലാണ്. പക്ഷേ ആ വെന്റിലേറ്ററുകളുടെ എങ്ങനെ പ്രവർത്തനം, അതിൽ കൂടുതൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രോഗികൾ കൂടി ഇങ്ങോട്ട് എത്തുമ്പോൾ കൂടുതൽ വെന്റിലേറ്ററുകൾ ഉണ്ടാകുമോ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഈ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ ബീച്ച് ഹോസ്പിറ്റലിൽ നേരത്തെ തന്നെ എത്തുന്ന രോഗികളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾ കൂടി ഇങ്ങോട്ട് എത്തുമ്പോൾ അവരെ പൂർണ്ണമായും അഫോർഡ് ചെയ്യാൻ ഈ സ്റ്റാഫിൻ്റെ ബലം കൊണ്ട് മാത്രം സാധിക്കില്ല. ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട് എന്നതുകൊണ്ട് മാത്രം സാധിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് വസ്തുത. ബീച്ച് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന് കൂടി ഒരു പ്രതികരണം എടുക്കാവുന്നതാണ്. കാരണം അവിടെ വേണ്ടത്ര വെന്റിലേറ്റർ സംവിധാനങ്ങളുണ്ടോ? ഈ കാഷ്വാലിറ്റി ഒരു ദിവസമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടി അതൊക്കെ മാനേജ് ചെയ്യാനുള്ള സംവിധാനം ബീച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുകൂടി നമുക്ക് അവരോട് ആരായാവുന്നതാണ്, അവിടെയുള്ള ഡോക്ടർമാരോടും. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം രഞ്ജിത്ത്. ഇപ്പോൾ അഭിലാഷിലേക്ക് പോകണം. അഭിലാഷ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, നേരത്തെ പ്രിൻസിപ്പൽ നമ്മളോട് പറഞ്ഞത് ഇന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജ് ബ്ലോക്കിൽ ഉണ്ടാവില്ല, പകരം അത് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് താൽക്കാലികമായി മാറ്റുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നത് അങ്ങനെയല്ല, ഇന്ന് തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ബ്ലോക്കിൽ തന്നെ കാഷ്വാലിറ്റി പ്രവർത്തിപ്പിക്കണം, അത് ആളുകൾക്ക് അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ്. അപ്പോൾ ഇന്ന് കാഷ്വാലിറ്റി തുറക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ പഴയ ബ്ലോക്കിൽ? കോൺഗ്രസ് ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പഴയ കാഷ്വാലിറ്റി സംവിധാനം പുനഃസ്ഥാപിക്കാൻ ഒരു നീക്കമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഏതാണ്ട് 1 വർഷത്തോളമായി അടച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമല്ല. അത് ശുചീകരിക്കണം, അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ നവീകരിക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസത്തേക്കോ മാറ്റിവെക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ
ഈ ആശുപത്രി, അതായത് പുതിയ ബ്ലോക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കി എന്ന് അവകാശപ്പെടുന്ന ആ ബ്ലോക്കിൽ പോലും അതിൻ്റെ നിർമ്മാണത്തിലും ഘടനയിലും വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്നാണ്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് രോഗികൾ ഏതെങ്കിലും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ പോലും, അതായത് എമർജൻസി എക്സിറ്റ് പോലുള്ള സംവിധാനങ്ങൾ പോലും ഇവിടെയില്ല. ഇക്കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ഈ അധികൃതരുടെ ഭാഗത്തേക്കൊക്കെ അറിയിച്ചിരുന്നു, അധികൃതരോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം, അതായത് ആശുപത്രിയുടെ നിർമ്മാണം മുതലുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം മാത്രം പോരാ, അത്തരത്തിൽ അന്വേഷണം കൊണ്ട് മാത്രം മതിയാവില്ല. കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുകയും വേണം. ഇപ്പോൾ കാഷ്വാലിറ്റി തന്നെ ദുരന്ത മേഖലയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള പിഴവ് കൊണ്ടാണ് അത്തരം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പ്രവീൺ കുമാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇത് രാഷ്ട്രീയമായി തന്നെ അവർ ഇതിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ഗുരുതരമായുള്ള ആരോപണം തന്നെയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. കാഷ്വാലിറ്റി ഉടൻ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ്. അത് പ്രായോഗിക തലത്തിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബീച്ച് ആശുപത്രിയിൽ പരിമിതമായ സൗകര്യമാണുള്ളത്. കൂടുതൽ രോഗികൾ അങ്ങോട്ട് എത്തുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള ചികിത്സാ സംവിധാനം ഒരുക്കുക എന്നുള്ളതും പ്രായോഗികമായ ബുദ്ധിമുട്ട് നേരിടും. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാറ്റിയിരിക്കുന്ന രോഗികളുണ്ട്. ഒന്ന്, നമ്മളുടെ ഈ പുകപിടിച്ച UPS ഒക്കെ ഉണ്ടല്ലോ, അവിടെ അതിൻ്റെയൊക്കെ കോൺട്രാക്ട് ആർക്കാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവിടെ ഇലക്ട്രിക്കൽ വിങ് അത് കാര്യക്ഷമമായി നോക്കേണ്ടതാണ്. PWD ഇലക്ട്രിക്കൽ വിങ് തന്നെയാണോ, അതിന് കോൺട്രാക്ട് എങ്ങാനും കൊടുത്തിരിക്കുകയാണോ എന്നുള്ള വിവരം കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് ഈ തകരാറ് നടന്നിട്ടുണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരെ ആരെങ്കിലും അവിടെ കിട്ടുമെങ്കിൽ നമുക്കൊന്ന് ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം കൂടി എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. എന്തായാലും അഭിലാഷ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇന്നെന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കില്ല, ബീച്ച് ആശുപത്രിയിലായിരിക്കും പ്രവർത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 4 പേരുടെ മരണം അത് ഈ പുക ശ്വസിച്ചുകൊണ്ടാണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ നടത്താം എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ നിലപാടും.